പേര് മുഹമ്മദ് റിയാസ്. കട ലൊക്കേഷൻ വരുന്നത് പാലക്കോട് കുണ്ടോടി, കോതകുറശ്ശിന്ന് 1 കിലോമീറ്റർ. കടയുടെ നെയിം സയാൻ അപ്പോൾസറി വർക്ക്. ഇപ്പോ 9 വർഷമായി വന്നിട്ട്. അതിന്റെ മുന്നേ സൗദിയിലായിരുന്നു. സൗദിയിൽ ഒരു 6 വർഷം അവിടെ വർക്ക് ചെയ്ത് തന്നു. ഇവിടെ നമ്മൾ കർട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്, സോഫ വർക്ക് ചെയ്യുന്നുണ്ട്, വീട് ഇന്റീരിയലിന്റെ കർട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്, കാർ അക്സസറീസ് ചെയ്യുന്നുണ്ട്, സീറ്റ് മോഡിഫൈഡ് ചെയ്യുന്നുണ്ട്, ഓട്ടോറിക്ഷ അപ്പോൾസറി, കാറിന്റെ ഫോർമാറ്റ്, ഇന്റീരിയല്, സ്റ്റിയറിംഗ് കവറ്, സീറ്റ് വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ മറ്റേ പുതിയത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, റീവർക്ക് ചെയ്യുന്നുണ്ട്. അധികം ഇവിടെ വരുന്നത് മറ്റേ പഴയത് റിപ്പയറിംഗ് വരുന്നത്. പുതിയ ഉണ്ടാക്കണ കസ്റ്റമർ അനുസരിച്ചുള്ള മറ്റേ മോഡലുകൾ നമ്മൾ കാറ്റലോഗിൽ നമ്മൾ കാട്ടി കൊടുക്കും. ആ മോഡലിൽ നമ്മൾ കസ്റ്റമറിനെയാണ് ആളെ കംഫർട്ട് അതിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. സൈസിന് നമ്മൾ ഒരു മീറ്ററിന് ഒരു 650 രൂപ വരെയുള്ള മറ്റേ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ഒരു മീറ്റർ വരുന്ന സോഫക്ക് നമ്മള് 4300 രൂപയാണ് വരുന്നത്. നേരെ മറിച്ച് നമ്മൾ 250, 350 റേഞ്ചിൽ നമ്മൾ ചെയ്യുമ്പോൾ മറ്റേ 3500, 3800 ആ റേഞ്ചിലേക്ക് വരും. ക്ലോത്തിനനുസരിച്ചാണ് റേറ്റ് വരിക. ഇവർക്ക് ആദ്യം നമ്മളവരെ മറ്റേ വീട്ടിൽ പോയിട്ട് അവർ കാണും. എന്നിട്ട് അത് മറ്റേ പൊളിച്ചു നോക്കിയതിന് ശേഷമാണ് നമ്മളത് റേറ്റ് പറയും. അതിന് മുന്നേ നമുക്ക് റേറ്റ് പറയാൻ കഴിയില്ല. എന്നിട്ടാണ് പ്രൈസ് പറയാം. നമുക്കൊരു മാക്സിമം ഒരു 3 ദിവസത്തിനുള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കും. അല്ലടാ, ഒക്കെ നമ്മൾ തന്നെ പോയിട്ട് നമ്മൾ തന്നെ ഡീൽ ചെയ്യാം. നമ്മൾ തന്നെ കൊണ്ടുവരും, നമ്മൾ തന്നെ അവിടെ പോയി ഫിറ്റ് ചെയ്ത് കൊടുക്കും. കർട്ടനില് സീബ്ര കർട്ടൻ ഉണ്ട്, മറ്റേ ക്ലോത്തിന്റെ കർട്ടൻ ഉണ്ട്. രണ്ടാണ് ഇപ്പൊ ഇവിടെ ചെയ്ത്. ഇവിടെ മൂവിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. സീബ്ര ഉണ്ട്, മറ്റേതുണ്ട്, നോർമൽ കർട്ടനും ഉണ്ട്. റൂൾസ് ഓട്ടോറിക്ഷയ്ക്ക് റൂൾസ് ഒന്നും ഉണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് ഇവിടെ സംബന്ധിച്ചിട്ട് മാക്സിമം കസ്റ്റമറിന് അത് ഓൾറെഡി നമ്മൾ ഫിറ്റിംഗ് കറക്റ്റ് ആയി കൊടുക്കുക എന്നുള്ളൊരു ഇതാണല്ലോ. റൂൾസ് ഒന്നും വലിയ റൂൾസ് ഒന്നുമില്ല. ഓട്ടോറിക്ഷ ഫീൽഡിൽ വലിയ റൂൾസ് ഇല്ല. കാറിലേക്ക് വരുമ്പോൾ റൂൾസുകൾ ഉണ്ട്. ലെതറിന്റെ ഉണ്ട്, ഫോമില് HD ഫോം ഉണ്ട്, ഫുർലോന്റെ ഫോം ഉണ്ട്. ഐറ്റംസുകൾ ഒരുപാട് വരും കാറിലേക്ക് വരും. ഓട്ടോറിക്ഷയിലും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. സീറ്റ് മാക്സിമം നമുക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു മാക്സിമം 4 ദിവസം നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കും. കോമ്പറ്റീഷൻ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ട് ഓൾറെഡി. പക്ഷെ നമ്മളിവിടെ ഒരു വർക്ക് നന്നാകുമ്പോ കോമ്പറ്റീഷൻ വലിയ ഇഷ്യൂ ഇല്ല. വർക്ക് എവിടെയാണ് നല്ലത് അവിടേക്ക് കസ്റ്റമേഴ്സ് എത്തും. ആദ്യം കസ്റ്റമർ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരെ വീട്ടിൽ പോയിട്ട് നമ്മളിവിടെ കാറ്റലോഗുകൾ കൊണ്ടുപോകും, ക്ലോത്തുകൾ കൊണ്ടുപോകും. അവർ ഏതാണോ സെലക്ട് ചെയ്തത് ആ സെലക്ട് ചെയ്ത് നമ്മൾ അവർക്ക് കാര്യം പറഞ്ഞു. വാട്ടർ പ്രൂഫ് ഉണ്ട്, വാട്ടർ പ്രൂഫ് ഇല്ലാത്തതുണ്ട്, നോർമൽ ക്ലോത്ത് ഉണ്ട്, HR ക്ലോത്ത് ഉണ്ട്. HR എന്നൊക്കെ പറയുമ്പോൾ വാട്ടർ പ്രൂഫ് അവർക്ക് വാഷ് ചെയ്യാം, ഒരു വാഷ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം HR നമുക്ക് വരുമ്പോ. വർക്ക് എന്ന് പറഞ്ഞപ്പോ ഒരു സ്റ്റാൻഡിൽ നമുക്കൊരു വണ്ടി വന്നാല്, ഇപ്പൊ ചെപ്പശ്ശേരി സ്റ്റാൻഡിൽ നിന്ന് ഒരു വണ്ടി വന്നാൽ ഇവിടുന്ന് അവര് പോയിട്ട് അവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ആ വഴിയാണ് നമുക്ക് വർക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളിവിടെ വന്നിട്ട് 1 വർഷം ആയിട്ടുള്ളൂ. അപ്പൊ ആ രീതിയിലാണ് ഇപ്പൊ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഒരു സ്റ്റാൻഡിൽ നിന്ന് ഒരു വണ്ടി വന്നാല് ആ വണ്ടി ഇവിടുന്ന് പണിയെടുത്ത് ചോദിക്കുമ്പോൾ ഇന്നോടത്തുനിന്ന് പറയുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഇപ്പൊ നമുക്ക് ഉള്ളത്. മോഡൽ വർക്ക് ചെയ്യാറുണ്ട്. കസ്റ്റമേഴ്സിന് ഏത് മോഡൽ വേണമെങ്കിലും നമ്മുടെ കാറ്റലോഗ് ഉണ്ട്. ആ കാറ്റലോഗിൽ ഏത് മോഡൽ വേണമെങ്കിലും കസ്റ്റമേഴ്സിന് നമ്മൾ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അത് അവർ വീട്ടിൽ പോയി അവർ മെഷർമെന്റ് എടുത്ത് അവരുടെ വീട്ടിലേക്ക് ഏതാണ് ക്ലോത്ത്, പെയിന്റിങ് കാര്യങ്ങൾ, കർട്ടനൊക്കെ വരുമ്പോൾ ഏതാണ് മാച്ച് വരുന്നത് ആ മാച്ചിലുള്ള നമ്മൾ ചെയ്തു കൊടുക്കും. വാറന്റി നമ്മൾ നല്ല HR ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം നമ്മൾ 6 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഫോമിന്, ക്ലോത്തിന്, ബെൽറ്റിന് എല്ലാം 6 വർഷം നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അതിൽ എന്ത് ഇഷ്യൂ വന്നാലും നമ്മളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ആഗ്രഹം നല്ലൊരു മറ്റേ വർക്ക് നമുക്ക് വരണം. ഒരു കമ്മ്യൂണിക്കേഷൻ, ആൾക്കാരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് വർക്ക് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് പോകണം. വർക്കാൻ നമുക്ക് സ്റ്റാൻഡേർഡ് അല്ല. ഇവിടെ ബുള്ളറ്റിന്റെ ക്ലാസിക്കിന്റെ സീറ്റ് കവർ ഉണ്ട്, ക്ലാസിക്കിന്റെ കട്ട സീറ്റ് ഉണ്ട്, പിന്നെ ആക്റ്റീവ, ആസറ്റ്സ്, സ്കൂട്ടി, ടാങ്ക് കവർ ഉണ്ട്. എല്ലാം വേണ്ട ടാങ്ക് കവറും നമ്മൾ തന്നെ അടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. റെഡിമെയ്ഡ് അല്ല, എല്ലാം അവിടെ റെഡിയാണ്. വണ്ടി വന്നാൽ ഫിറ്റ് ചെയ്യാൻ 15 മിനിറ്റിനുള്ളിൽ നമ്മളത് ചെയ്ത് കൊടുക്കും. അത് നോർമൽ നാപ്പയുടെ റക്സിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റേ നാപ്പ ഐറ്റംസ് ആണ് ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റിയാണ്. കംപ്ലൈന്റ് ഇന്ന് ഒരാളും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. ഒരു ക്ലാസിക് വന്നു കഴിഞ്ഞാൽ സീറ്റ് ഊരില് ഫിറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഒരു 30 മിനിറ്റ്, 6 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്തു. ക്ലാസിക് നേരെ മറിച്ചൊരു ആക്റ്റീവ് വരികയാണെങ്കിൽ 15 മിനിറ്റ് ആവും. സപ്പോർട്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. കുഴപ്പമൊന്നുമില്ല. എല്ലാവരും വൈഫ് ഉണ്ട്, ഉമ്മ, ഉപ്പ എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമ്മളെ വർക്കിനെ സംബന്ധിച്ചിട്ടും. നമ്മളിപ്പോ ഈ ഫീൽഡിൽ വന്നിട്ട് ഒരു 10 വർഷത്തോളായി. അപ്പൊ അന്ന് ഒരാളും വലിയ ഇഷ്യൂകളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അല്ല, അത് നമ്മൾ ഒരു വണ്ടിക്ക് ചെയ്ത ഡിസൈന് വേറൊരു വണ്ടിക്ക് നമ്മൾ ഉപയോഗിക്കില്ല.
ഒരു വണ്ടിക്ക് സ്റ്റാൻഡിക്ക് നമ്മൾ ഒരു വണ്ടി ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് എന്നോർത്താന്ന് പറയില്ല. കാരണം ഒരു പാറ്റേൺ നമ്മൾ ഉപയോഗിക്കില്ല, പല പല ഡിസൈനാണ് ഉപയോഗിക്കുക. ഒരു വണ്ടി ചെയ്തത് മറ്റു വണ്ടിക്ക് ഉപയോഗിക്കില്ല. അത് പ്രൈസ് ഓരോ വണ്ടിയുടെ കസ്റ്റമറിന് ഇപ്പോ എങ്ങനത്തെ മോഡൽ വേണം, അപ്പൊ ആ മോഡലിലാണ് നമ്മൾ പ്രൈസ് ലിസ്റ്റ് ചെയ്യുക. അപ്പൊ ചില വണ്ടികൾക്ക് സീറ്റ് വർക്ക് വേണമെന്ന് പറയുമ്പോൾ അതിനുള്ള വേറെ പ്രൈസ് ആണ്. ചിലർക്ക് ഇന്നർ ടോപ്പ് മതിയെങ്കിൽ അതിന് ഫിക്സഡ് റേറ്റ് ആണ്. പിന്നെ ചില മോഡല് കൂടുന്തോറും റേറ്റിന് ചില ഡിഫറെന്റ് മാറ്റങ്ങൾ വരും. കാറിലേക്ക് വരുമ്പോൾ സീറ്റ് മോഡിഫൈഡ് ആണ് അധികം ചൂസ് ചെയ്യുന്നത്. സീറ്റ് മോഡിഫൈഡ് ചെയ്യുമ്പോൾ കൊറോളോന്റെ ഫോമിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൈ സപ്പോർട്ട് കാര്യങ്ങള് കുഷ്യനില് ലെതർ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക. അതിന്റെ നൈലോ നൂലിലാണ് സ്റ്റിച്ചിങ് കൊടുക്കുക. സാധാരണ നോർമൽ നൂലിലല്ല സ്റ്റിച്ചിങ് കൊടുക്കുക, നൈലോ നൂലിലാണ് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. കറക്റ്റ് അഡ്രസ് വരുന്നത് കൂതക്കുറശ്ശി സെന്ററിൽ നിന്ന് വാളങ്ങോളം റോഡിന് കറക്റ്റ് 1 കിലോമീറ്റർ പാലക്കോട് കൊണ്ടുപോയി ജംഗ്ഷനാണ് വരുന്നത്.